അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രധാന നേതാക്കളുടെ എല്ലാ നേതൃത്വത്തിൽ റെഡ് വാളണ്ടിയേഴ്സ് നേതൃത്വത്തിലുള്ള സ്വീകരണം നൽകിക്കഴിഞ്ഞു. ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് VS-ന്റെ മൃതദേഹം ഇനി ആലപ്പുഴയുടെ മണ്ണിലേക്ക് കടക്കുകയാണ്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, പ്രത്യേകിച്ച് കായംകുളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ജില്ലയുടെ തെക്കേ അറ്റം വരുന്നത്. ആ തെക്കേ അറ്റത്തു നിന്നുള്ള കായംകുളം ഏരിയയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, KH ബാബുജാൻ അടക്കമുള്ള നേതാക്കൾ, സജി ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ, അവരെല്ലാവരും തന്നെ നമ്മുടെ ഈ വാഹനത്തിന് ഒപ്പം തന്നെ മന്ത്രി സജി ചെറിയാനും AM ആരിഫും അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനം ആൾത്തിരക്ക് ഒഴിഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ വിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അങ്ങനെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ജനങ്ങൾ റോഡിന്റെ വശങ്ങളിലൊക്കെ എങ്ങനെയാണോ ഇന്നലെ സന്ധ്യയ്ക്കും രാത്രിയും ഒക്കെ കാത്തു നിന്നത്, അതേ മട്ടിൽ തന്നെ രാവിലെ ആളുകൾ ഈ പായലൊക്കെ ഇരച്ച് എത്തുന്നത് പോലെ അത്ര വേഗത്തിലാണ് ഈ ആളുകൾ ഇങ്ങനെ പായലെടുക്കുന്നത് പോലെ അടുത്ത് റോഡിന്റെ വശങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ നാടിലെ മനുഷ്യർ, കേരളം മുഴുവൻ VS-നെ അറിയുന്നതിന് മുമ്പ് അറിഞ്ഞ മനുഷ്യരാണ്. അവർക്ക് എത്രയോ 1940-കൾ മുതൽ ഈ നാടിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. 50-കളിലൊക്കെ VS ആലപ്പുഴ ജില്ലയുടെയും കേരളത്തിന്റെയും ഒക്കെ പ്രധാന നേതാവാണ്. അപ്പോഴുമൊക്കെ ആലപ്പുഴക്കാർക്ക് ആലപ്പുഴ ഡിവിഷൻ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയും കൂടി ചേരുന്നതായിരുന്നു. അങ്ങനെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ വിജയിപ്പിച്ച ആലപ്പുഴ ഡിവിഷന്റെ സെക്രട്ടറി അന്ന് VS അച്യുതാനന്ദനായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന കാലം മുതൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഒഴികെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണിയുടെ വിജയത്തിനും പരാജയത്തിനും എല്ലാം എല്ലാറ്റിനും മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പുകളെ നിയന്ത്രിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഈ ജില്ലയുടെ സുപ്രധാനമായ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ഈ ജില്ലയിലെ കശുവണ്ടി തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കയർ തൊഴിലാളികളുടെ ഒക്കെ വിഷയങ്ങൾ സജീവമായി ഇടപെടുകയും അവർക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്ത 1, 2, 3 തലമുറ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയിൽപ്പെട്ടവർക്കെല്ലാം തന്നെ അവരുടെ സമര നേതൃത്വത്തിന് മുന്നണിയിൽ നിന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ആ നേതാവിന്റെ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് ഈ വീതികളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാഹനം അല്പം മുന്നിലെത്തി കഴിഞ്ഞു. അവിടെ നിർത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. വാഹനം എത്രയും പെട്ടെന്ന് ഒരു സ്ഥലത്തും അങ്ങനെ ഒരാളുടെയും താമസം കൊണ്ട് നിന്നു പോകരുത്, പരമാവധി വേഗത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണുള്ളത്. എങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തിന് മുമ്പെങ്കിലും ആലപ്പുഴയിൽ VS-ന്റെ മൃതദേഹം എത്തിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ സംസ്കാരം തീരുമാനിച്ചതാണ്. ആ സംസ്കാരം വൈകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകുമോ എന്നുള്ള ആശങ്ക പാർട്ടി നേതൃത്വത്തിന് ആകെയുണ്ട്. പക്ഷേ ഇത് ആലപ്പുഴയുടെ മണ്ണാണ്. ഈ മണ്ണിന്റെ ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരനായ ഈ മണ്ണ് വളരെയേറെ സ്നേഹത്തോടുകൂടി വളരെയേറെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. ആ VS-നെ കാണാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യരെ എല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. ആ വാഹനത്തിന് VS-നെ അവർ ഏത് സമയത്തും ജനത്തിന് പോയി കാണാൻ കഴിയുന്ന, അവരുടെ ഏറ്റവും നിസ്സാരപ്പെട്ട പ്രശ്നങ്ങൾക്ക് പോലും കാതോർത്തിരുന്ന ഒരു നേതാവ്. ഓരോരുത്തർക്കും പറയാൻ, ഈ ഏത് തലമുറയിൽപ്പെട്ട മനുഷ്യർക്കും 10-20 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാർക്കാവും ചിലപ്പോൾ കഴിഞ്ഞ 6 വർഷമായി VS അച്യുതാനന്ദൻ നിശബ്ദനായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആ മട്ടിൽ ഓർമ്മകളില്ലാത്തത്. മുതിർന്ന തലമുറയ്ക്കെല്ലാം തന്നെ VS-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഈ നാട്ടിലെ ഓരോ മുതിർന്ന പൗരനുമുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ VS അച്യുതാനന്ദൻ എന്ന നേതാവ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു നേതാവിനെ അദ്ദേഹത്തിന് അന്തിമാഭിവാദ്യം അർപ്പിക്കാതെ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഈ നാടിന് കഴിയില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ കടക്കുമ്പോൾ അവർ അത്രമേൽ ആവേശത്തോടു കൂടിയാവും ഈ 1 നൂറ്റാണ്ട് ജീവിച്ച നേതാവിനെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു നേതാവ്, VS-ന്റെ സമര പോരാട്ടങ്ങൾ ആരംഭിച്ച ഒരു നേതാവ്, ബാല്യകാലത്തിൽ തന്നെ കൊടിയ ദാരിദ്ര്യത്തിന്റെയും സാധാരണ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നതിനേക്കാളും എത്രയോ ഏറെ കൊടിയ പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ, നന്നേ ചെറുപ്രായത്തിൽ തന്നെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട ഒരു പയ്യൻ, ദാരിദ്ര്യത്തോട് പടവെട്ടി ഒറ്റ തോർത്തെടുത്ത് ആ തോർത്ത് രണ്ടാമത്തെ തോർത്ത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ തോർത്ത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയൊക്കെ ഒരാളുടെ ബാല്യം ആലോചിച്ചാൽ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അത്ഭുതമായിരിക്കും. ആകെ ഉടുക്കാൻ ഒരു തോർത്താണുള്ളത്. ആ തോർത്ത് കഴുകിയിട്ട് ഉണങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്ന
ഒരവസ്ഥ. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യൻ, അവിടെ നിന്നാണ് അദ്ദേഹം ഈ തൊഴിലാളികളുടെ നേതാവായി, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ നേതാവായി കടന്നു വരുന്നത്. ആദ്യം സ്റ്റേറ്റ് കോൺഗ്രസിലേക്കും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും വരുന്നു. അതിനുശേഷം CPIന്റെ ദേശീയ കൗൺസിൽ അംഗം വരെയാവുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് VS അച്യുതാനന്ദൻ എന്ന നേതാവിന് ഉള്ളത് എന്നത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു നേതാവാണ് പിന്നീട് CPIയുടെ ദേശീയ കൗൺസിലും പിന്നീട് CPMന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായും ഒക്കെ മാറി. ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ ഒരാളായി മാറുകയും സൈദ്ധാന്തികമായിട്ടടക്കം പാർട്ടിക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയ നേതാവായി ഉയർന്നത്, കേരളത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നത് അദ്ദേഹത്തെ കാത്താണ്. ഈ വഴിയോരങ്ങളിലാകെ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ ഇപ്പോഴും കാത്തു നിൽക്കുന്നത് അവരുടെ പ്രിയങ്കരനായ നേതാവിനെ, അവരുടെ പ്രതീക്ഷയോടുകൂടി കണ്ട നേതാവിനെ, ആ നേതാവിനെ കാത്താണ് മനുഷ്യരിങ്ങനെ കാത്തു നിൽക്കുന്നത്. ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS കടന്നു കഴിഞ്ഞു. VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ ആലപ്പുഴയുടെ മണ്ണിലൂടെയാണ് വരുന്നത്. വിപ്ലവത്തിന്റെ മണ്ണിലൂടെയാണ് VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു വരുന്നത്. ആലപ്പുഴക്കാർ നൽകുന്ന സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അവരുടെ അന്തിമ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിൽക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും നിൽക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാം. പ്രധാന കേന്ദ്രങ്ങളിൽ ഒഴികെ മറ്റൊരിടത്തും നിർത്തില്ല എന്ന് കർശനമായ നിർദ്ദേശം വന്നിട്ടും പ്രധാന കേന്ദ്രങ്ങൾക്കപ്പുറം റോഡിന്റെ ഇരുവശങ്ങളിലേക്കും ഓടിയെത്തുന്ന മനുഷ്യർ VSന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം വരുന്നുവെന്നറിഞ്ഞ് റോഡിന്റെ വശങ്ങളിൽ നിന്നൊക്കെ രാവിലെ ഉടുത്ത അതേ വേഷത്തിൽ തന്നെ ഓടി വരുന്ന സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള മനുഷ്യരൊക്കെ നമുക്ക് കാണാം. വീട്ടിൽ ഉറങ്ങാൻ കിടന്ന വേഷത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക ആളുകളും ഇവിടേക്ക് ഓടി വന്നിട്ടുള്ളത്. അവർക്കൊക്കെയും VSനെ ഒരു നോക്ക് കാണണം, VSന് അന്തിമാഭിവാദ്യം അർപ്പിക്കണം. ആലപ്പുഴയുടെ മണ്ണിൽ, VSന്റെ സ്വന്തം മണ്ണിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരം, അദ്ദേഹം സജീവമായി നിന്ന ഒരു മണ്ണിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം പോരാട്ടങ്ങൾക്കൊക്കെയും തുടക്കം കുറിച്ച ആലപ്പുഴയുടെ മണ്ണിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലം VSനെ പോലെ ഒരു നേതാവ് ജീവിച്ച, ഇതിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച, സ്വയം ചരിത്രമായി മാറിയ, സ്വയം ചരിത്രം സൃഷ്ടിച്ച ഒരു മണ്ണിലേക്ക് VS അച്യുതാനന്ദന്റെ ചേതനേറ്റ ശരീരം കടന്നിരിക്കുകയാണ്. ആലപ്പുഴയുടെ മണ്ണിലൂടെയാണ് ആലപ്പുഴയുടെ എക്കാലത്തെയും പ്രിയപുത്രൻ, പുന്നപ്രയുടെയും വയലാറിന്റെയും പ്രിയപുത്രൻ, പുന്നപ്ര വയലാർ സമരനായകൻ VS അച്യുതാനന്ദന്റെ മൃതദേഹം ഇപ്പോൾ കടന്നു വരുന്നത്. അത് ആ അച്യുതാനന്ദനെ കാത്ത് ജീവനോടെ മനുഷ്യർ കണ്ട, അവർ ഏറ്റവും സജീവമായി പ്രതികരിച്ചുകൊണ്ട് 90-ാം വയസ്സിൽ പോലും അടക്കം ചെറുപ്പക്കാരനെ പോലും പ്രതികരിച്ച ഒരു നേതാവിനെ കണ്ടു, നേതാവിനെ കാത്തു നിൽക്കുകയാണ് ആലപ്പുഴയിലെ മനുഷ്യർ. കിരൺ, ഞാൻ മടങ്ങിയെത്താം, കിരണിലേക്ക് എത്താം. ആലപ്പുഴയിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ ഇന്നലെ വൈകിട്ട് VSനെയും വഹിച്ചുള്ള വാഹനം അവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഈ മനുഷ്യർ, സ്നേഹിച്ച മനുഷ്യർ, VSനെ സ്നേഹിച്ച മനുഷ്യർ, അവരെ കണ്ട് അവർക്ക് കാണാനൊരവസരം കൊടുക്കാതെ ആ യാത്രയ്ക്ക് മുന്നോട്ട് പോരുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി എത്തും എന്ന് പ്രതീക്ഷിച്ച ആ വാഹനമാണ് ഏതാണ്ട് 12 മണിക്കൂറിനൊക്കെ ശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന്. VSന്റെ ഏറ്റവും VS എന്ന പോരാളിയെ വളർത്തിയെടുത്തത് ആലപ്പുഴയുടെ ചുവന്ന മണ്ണാണ് എന്നതിൽ സംശയമില്ല. അവിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ഉത്തരവാദിത്വമാണ് ഏറ്റവും ആദ്യം P. കൃഷ്ണപിള്ള VSനെ ഏൽപ്പിച്ചത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്, അവിടെ നിന്നാണ് ആ ദാരിദ്ര്യത്തിൽ, കഷ്ടപ്പാടിൽ ജീവിതം പൊരുതി മുന്നോട്ട് കൊണ്ടുവന്ന ആ ബാലൻ ഇന്ന് നമ്മൾ കാണുന്ന VS എന്ന അതികായനായി മാറിയത് ആലപ്പുഴയുടെ ചുവന്ന ചൂടുള്ള മണ്ണിൽ ചവിട്ടിയാണ്. ആ മണ്ണിലേക്ക് ഇതാ VS മടങ്ങിയെത്തുകയാണ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഒരുപാട് തവണ മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് VSന്റെ വാക്കുകൾ കേൾക്കാൻ പോയിട്ടുള്ള ആളാണ് ശരണ്യ, എനിക്കറിയാം. ആ ആലപ്പുഴയിലേക്ക് ആദ്യമായി നിശബ്ദനായി VS മടങ്ങിയെത്തുകയാണ്.